ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എഫേസോസ് 5-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എഫേസോസിലെ 5-ാമത്തെ അധ്യായത്തിൽ ടോട്ടൽ 33 വാക്യങ്ങളാണുള്ളത്. 33 വാക്യങ്ങൾ. അതോടൊപ്പം തന്നെ 2 ഹെഡിങ്സും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഹെഡിങ് ആണ് ദൈവത്തെ അനുകരിക്കുക, അഥവാ ഒരു ക്രിസ്ത്യാനിയായ നമ്മൾ എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് ആദ്യത്തെ ഭാഗം സംസാരിക്കുന്നത്. അതിൻ്റെ ഹെഡിങ് ആണ് ദൈവത്തെ അനുകരിക്കുക. 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ വാക്യം നോക്കാം. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ഇത് ആക്ച്വലി നമ്മളും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത്. ഓക്കെ, ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ്. ഓക്കെ, വത്സല മക്കളെ പോലെ, സ്നേഹമുള്ള വാത്സല്യമുള്ള മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ, ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാകുവിൻ. ദൈവം എങ്ങനെയായിരുന്നോ അതുപോലെ ആകാൻ നിങ്ങൾ ശ്രമിക്കുവിൻ, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ ആകുവിൻ. ഇതാണ് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ലീഹ 5-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. എന്താ പറയുന്നത്? വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. നിങ്ങൾ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്യുവറായിട്ടുള്ള ക്രിസ്ത്യാനികളാകേണ്ടത് എങ്ങനെയാണെന്നാണ് ഈ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ഇനി നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ചിട്ടാണ് ബാക്കി അങ്ങോട്ട് പറയുന്നത്. 2-ാമത്തെ വാക്യം, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. എന്താ ആദ്യം പറയുന്നത്? യേശു ക്രിസ്തു നിങ്ങളെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹത്തിൽ വേണം. നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ ഒക്കെ ബേസ് എന്തായിരിക്കണം? സ്നേഹമായിരിക്കണം. സ്നേഹത്തിൽ വേണം നിങ്ങൾ പരസ്പരം ജീവിക്കാൻ. 2-ാമത് പറഞ്ഞിരിക്കുന്നത്, അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. എന്താ പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ടാണ് തന്നെ ദൈവത്തിന് സമർപ്പിച്ചത്. എന്തൊക്കെയായിട്ടാണ് സമർപ്പിച്ചത്? തന്നെ സുരഭില കാഴ്ചയും ബലിയും. ഈ സുരഭില കാഴ്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തിന് നമ്മൾ ബലി അർപ്പിക്കില്ലേ? ബലി അർപ്പിക്കപ്പെടുമ്പോൾ ആ ബലിയിൽ സ്മെല്ല് തരുന്ന ഒരു ഫാക്ടർ വേണം, ഒരു അരോമ വേണം. കാരണം ഈ സ്മെല്ല് ദൈവത്തിലേക്ക് എത്തുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടാണ് നമ്മൾ ഇന്നും ബലിപീഠത്തിൽ കുന്തിരിക്കം പുകയ്ക്കുന്നത്. ഓക്കെ, സക്രാരിക്ക് മുന്നിലായിട്ട് കുന്തിരിക്കം പുകയ്ക്കുന്നത്. നമ്മൾ അർപ്പിക്കുന്ന ബലി ദൈവത്തിന് സ്വീകാര്യമാകണം. ദൈവത്തിൻ്റെ അടുത്തേക്ക് ആദ്യം എത്തുന്നത് എന്താണ്? അതിൻ്റെ സുരഭില കാഴ്ചയാണ്. അതുകൊണ്ടിട്ടാണ് ക്രിസ്തു തന്നെ സുരഭില കാഴ്ചയും ബലിയുമായി ദൈവത്തിന് സമർപ്പിച്ച കാര്യം ഈ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹത്തിൽ വേണം ജീവിക്കാൻ. ഇതാണ് 2-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യം പറയുന്നത് നമ്മൾ ചെയ്യരുതാത്ത കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും, ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ 1-ാമത്തെ കാര്യം എന്താണ്? വ്യഭിചാരം. 2-ാമത്തേത് എന്താണ്? യാതൊരുവിധ അശുദ്ധിയുടെയും, ഒരു രീതിയിലുള്ള തെറ്റായ മ്ലേച്ഛകരമായ പ്രവർത്തികളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. 3-ാമത്തേത് എന്താണ്? അത്യാഗ്രഹത്തിൻ്റെയും. 3-ാമത്തേത് എന്താണ്? അത്യാഗ്രഹം. ആദ്യത്തേത് വ്യഭിചാരം, 2-ാമത്തേത് യാതൊരുവിധ അശുദ്ധി, 3-ാമത്തേത് അത്യാഗ്രഹം. ഇതിൻ്റെ പേര് പോലും കേൾക്കരുത്. മനസ്സിലായോ? ചെയ്യരുതെന്നല്ല, അതിൻ്റെ പേര് പോലും അവിടെ കേൾക്കാൻ പാടില്ല നിങ്ങളുടെ ഇടയിൽ. എന്നിട്ട് പറയണയാണ്, അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. അപ്പം വ്യഭിചാരം ചെയ്യാത്ത, യാതൊരുവിധ അശുദ്ധിയും കൂടാത്ത, അത്യാഗ്രഹമില്ലാത്ത സമൂഹം എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? വിശുദ്ധർക്ക് തുല്യമാണ്. അപ്പം ഇതൊന്നുമില്ലാതെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിലുള്ള ജീവിതം വേണം നിങ്ങൾ നയിക്കുവാൻ. 4-ാമത്തെ വാക്യം പറയുന്നത്, മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. അപ്പം എന്തൊക്കെയാണ് മ്ലേച്ഛത? ഒരു രീതിയിലുള്ള മ്ലേച്ഛതയും, അശുദ്ധിയോ വ്യഭിചാരമോ അത്യാഗ്രഹമോ എന്തുവാവാം, ഒരു രീതിയിലുള്ള മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണം, ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പീച്ചസ്, ഓക്കെ, വ്യർത്ഥമായിട്ടുള്ള സംസാരം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. അത് വ്യർത്ഥ സംസാരം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മ്ലേച്ഛതയിലേക്ക് പോകുന്ന സംസാരങ്ങൾ, ഓക്കെ, തെറ്റിലേക്ക് വഴുതി വിടാൻ സാഹചര്യം ഒപ്പിക്കുന്ന സംസാരങ്ങൾ, അതാണ് ഈ ഫോൾസ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3-ാമത്തേത് എന്താണ്? ചാബല്യം. ഒന്നിൽ ഉറച്ചു നിൽക്കാത്ത ചഞ്ചല ഹൃദയരായിട്ടുള്ള ചാബല്യം നിറഞ്ഞ മനുഷ്യർ. ഓക്കെ, നമുക്ക് യോജിച്ചതല്ല. ഈ 3 കാര്യങ്ങളും നമുക്ക് യോജിച്ച കാര്യങ്ങളല്ല. ഏതൊക്കെയാണ്? മ്ലേച്ഛത, വ്യർത്ഥഭാഷണം, ചാബല്യം. പകരം എന്താണ് നമുക്ക് യോജിച്ചത്? എന്താണ് നമുക്ക് ഉചിതം? കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം.
താങ്ക്സ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എപ്പോഴും. ഓക്കെ, കൃതജ്ഞതാ സ്വസ്ത്രമാണ് നമുക്ക് ഉചിതമായിട്ടുള്ള കാര്യം. നമ്മൾക്ക് വർജിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? മ്ലേച്ഛത, വ്യർത്ഥ ഭാഷണം, ചാപല്യം. ഇത് മൂന്നും നമുക്ക് യോജിച്ച കാര്യങ്ങളല്ല, മറിച്ച് നമുക്കുചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൃതജ്ഞതാ സ്വസ്ത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ വാക്യത്തിൽ ഓൾറെഡി പറഞ്ഞു 3 കൂട്ടരെ കുറിച്ച് അല്ലേ? വ്യഭിചാരം, അശുദ്ധിയിൽ കഴിയുന്നവർ, അത്യാഗ്രഹം. ഈ 3 കൂട്ടർക്കും കിട്ടുന്ന ഒരു ശിക്ഷ അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യമുണ്ട്. അതിനെക്കുറിച്ചാണ് 5ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും കൂടെ ഒരാളെയും കൂടി കൂട്ടുന്നുണ്ട്, വിഗ്രഹാരാധകനും. ഐഡൽ വർഷിപ്പ് ചെയ്യുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ. വ്യഭിചാരി, അശുദ്ധൻ, അത്യാഗ്രഹി, ഇവർ 3 പേരും നമ്മൾ 3ാമത്തെ വാക്യത്തിൽ കേട്ടവരാണ് അല്ലേ? അവരെ കൂടാണ്ട് 3ാമത്തെ വാക്യത്തിൽ എക്സ്ട്രാ ആയിട്ട് ഒരാളെയും കൂടി പറയുന്നുണ്ട്. ആരാണത്? വിഗ്രഹ ആരാധകൻ. അങ്ങനെ ടോട്ടൽ 4 പേരാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ എന്ന് വെച്ചാൽ എവിടെയാണ്? സ്വർഗത്തിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഇത്തരക്കാർക്ക്, ഈ 4 കൂട്ടർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ, അഥവാ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് അവകാശമില്ല. ഇതാണ് 5ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 6ാമത്തെ വാക്യം പറയുന്നത് ഇനി എന്തൊക്കെയാണ്? വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഓക്കെ, ആരും ഒരു മീനിങ്ങും ഇല്ലാത്ത വാക്കുകളും കൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിക്കാം. ഓക്കെ, അർത്ഥശൂന്യമായ വാക്കെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിന് സ്വീകാര്യമല്ലാത്ത ക്രിസ്തുവിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ, ദൈവത്തിനെതിരെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റട്ടെ. മനസ്സിലായോ? അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ അർത്ഥശൂന്യമായ വാക്കുകൾ ഉപയോഗിച്ച് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ദൈവത്തിനും ക്രിസ്തുവിനും എതിരായുള്ള വാക്കുകളും കൊണ്ട് ആരും നിങ്ങളെ ക്രിസ്തുവിൽ നിന്നോ ദൈവത്തിൽ നിന്നോ അകറ്റാതിരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. അപ്പം ഇങ്ങനെ അർത്ഥശൂന്യമായ വാക്കുകൾ പകരുന്ന മക്കൾ, അവരെ കമ്പയർ ചെയ്യുന്നത് ആക്ച്വലി ആരുമായിട്ടാണ്? അനുസരണമില്ലാത്ത മക്കൾ എന്നും പറഞ്ഞാണ് ഈ അർത്ഥശൂന്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നവരെ പൗലോസ്ലീഹ കമ്പയർ ചെയ്യുന്നത്. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. എന്താ നിബദിക്കുന്നത്? ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അനുസരണമില്ലാത്ത മക്കളെക്കുറിച്ചും ക്രോധത്തിൻ്റെ മക്കളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ ഒന്നും കൂടി വേറൊരു രീതിയിൽ ഇലാബറേറ്റ് ചെയ്തിരിക്കുകയാണ് പൗലോസ്ലീഹ ഇവിടെ. ഓക്കെ, അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. എന്നിട്ട് പൗലോസ്ലീഹ ഒരു താക്കീത് തരികയാണ്. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. എത്തരക്കാരുമായി? ഈ അനുസരണക്കേടിൻ്റെ മക്കളുമായിട്ട്, ദൈവത്തിൻ്റെ ക്രോധം പതിച്ചവരുമായിട്ട്, അല്ലെങ്കിൽ അർത്ഥശൂന്യമായ വാക്കുകളുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുന്നവരുമായിട്ട് നിങ്ങളൊരു സമ്പർക്കവും ഒരു രീതിയിലുള്ള കണക്ഷനും റിലേഷൻഷിപ്സും ഉണ്ടാക്കരുത്. 8 പറയുന്നത് എന്താണ്? ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. എന്താ പറയുന്നത്? ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു. ഇതിനർത്ഥം എന്താണ്? ഒരിക്കൽ നിങ്ങൾ വിജാതീയരായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ച്, ക്രിസ്തുവിനെ അനുകരിച്ച്, ക്രിസ്തുവിനെ വിശ്വസിച്ച് വന്നപ്പോൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ക്രിസ്തു എന്നുള്ള ഒരാളിലൂടെ ജനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. പണ്ട് ക്രിസ്തുവിന് മുൻപ് വിജാതീയരായിരുന്ന, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ ക്രിസ്തുവിന് ശേഷം കർത്താവിൽ പ്രകാശമായി തീർന്നിരിക്കുന്നു. വലിയൊരു മിറക്കിളാണ് ഈ 8ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 9ാമത്തെ വാക്യം പറയുന്നത് പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ, പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം എന്താ പറയുന്നത്? നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളെ പോലെ, പ്രകാശത്തിന്റെ മക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത്, വെളിച്ചത്തിന്റെ മക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിന്റെ മക്കളെ പോലെ, കർത്താവിന്റെ മക്കളെ പോലെ നിങ്ങൾ വർത്തിക്കണം. എന്നാൽ മാത്രമേ, പ്രകാശം വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളിലുള്ള ഫോൾട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരിക്കൽ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്മളുടെ ഫോൾട്ട് മനസ്സിലാക്കി അത് തിരുത്തി നല്ല മനുഷ്യരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. എന്നിട്ട് പറയാണ്, ഈ പ്രകാശത്തിന് വലിയൊരു റിസൾട്ട് ഉണ്ട്. പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഈ ലൈറ്റിന്റെ പവർ എന്തിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്? ലൈറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ക്രിസ്തുവിനെ. ആ പവർ നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഫലം, റിസൾട്ട് നമുക്ക് എന്തിലൂടെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്? നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്.
ഇതാണ് 9ാമത്തെ വാക്യം. 10ാമത്തെ വാക്യം പറയുന്നത് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. ഈ പ്രകാശം നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ, പ്രകാശത്തിന്റെ മക്കളായി തീർന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രയോറിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്മിൽ നിന്ന് ദൈവം എന്താണോ ആദ്യം ആഗ്രഹിക്കുന്നത് അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ ദൈവം എന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പ്രാപ്തരാവണം. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കും ദൈവത്തിന്റെ ഇഷ്ടത്തിനുമായിരിക്കണം എൻ്റെ സ്വന്തം ഇഷ്ടത്തിനേക്കാളും ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. ഓക്കെ, 11ാമത്തെ വാക്യം പറയുന്നത് അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. എന്നിട്ട് പ്രകാശത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്. അപ്പൊ അന്ധകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്നാണ്? അവര് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, തെറ്റുകളാണ്, ഡിസൊബീഡിയൻസ് ആണ്. ഓക്കെ, അത്തരം കാര്യങ്ങളുടെ ഫലം എന്ന് പറയുന്നത് ഒരിക്കലും നല്ല ഫലമായിരിക്കില്ല, നല്ലൊരു റിസൾട്ട് ആയിരിക്കില്ല ഈ അന്ധകാരത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നിഷ്ഫലമാണ്, അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. നമ്മളെ കൂടുതൽ തിന്മയിലേക്ക് നയിക്കാനേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പൊ അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ ചേരരുത് നിങ്ങൾ, മറിച്ച് അവയെ നിങ്ങൾ കുറ്റപ്പെടുത്തണം. എന്ത് ചെയ്യണം? അതിനെ ന്യായീകരിക്കരുത്, മറിച്ച് അതിനെ നിങ്ങൾ കുറ്റപ്പെടുത്തണം. എഴുന്നേറ്റ് നിന്ന് സ്റ്റേണായിട്ട് അത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും പറയുകയും വേണം. അതാണ് പറയുന്നത്, അംഗീകരിച്ച് വിടുകയല്ല വേണ്ടത്. തെറ്റുകൾ കണ്ടാൽ അത് കുറ്റപ്പെടുത്തണം, അതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തണം. ഓക്കെ, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. 12ാമത്തെ വാക്യം പറയുന്നത് അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അന്ധകാരത്തിൽ സീക്രട്ടായിട്ട് ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് പോലും സംസാരിക്കുന്നത് ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നത് പോലും ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. എന്നിട്ട് കൂട്ടിച്ചേർക്കാണ് പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇതിനർത്ഥം എന്താണ്? നമുക്ക് ലൈറ്റ് വന്നു കഴിയുമ്പോൾ ഇരുട്ടത്ത് പോലും മറഞ്ഞിരിക്കുന്നത് വിസിബിൾ ആകും, കാണാൻ പറ്റും അല്ലേ നമുക്ക്. അപ്പൊ പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ലൈറ്റ് വീഴുന്നിടം എന്ത് ചെയ്യും? എക്സ്പോസ്ഡ് ആവും, പ്രശോഭിക്കാൻ തുടങ്ങും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ധകാരത്തിൽ ആരും കാണാണ്ട് ചെയ്യപ്പെട്ട, സീക്രട്ടായിട്ട് ചെയ്യപ്പെട്ട തിന്മകൾ പോലും ലൈറ്റ് വീണ് കഴിയുമ്പോൾ, പ്രകാശം വന്നു കഴിയുമ്പോൾ ആ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് ആ തിന്മകളെ ഇല്ലാതാക്കി നന്മ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതാണ് പ്രകാശിതമായവയെല്ലാം എന്ത് ചെയ്യും? തൻ്റെ തിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മകളെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് നന്മ പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കും, നന്മയായിട്ട് മാറും. അതാണ് പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും എന്ന് പറയുന്നത്. 13ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പിന്നീട് പ്രകാശമാണ്, നന്മയാണ് അല്ലേ. ലൈറ്റ് വീണ് കഴിഞ്ഞപ്പോൾ അന്ധകാരത്തിൽ ഉണ്ടായിരുന്ന തിന്മകളെല്ലാം കണ്ടെത്തി അത് തിരുത്തിക്കൊണ്ട് നന്മയാക്കി മാറ്റി അല്ലേ. ചീത്ത പ്രവർത്തികളൊക്കെ തിരുത്തിക്കൊണ്ട് നന്മയാക്കി മാറ്റി. പിന്നീട് പ്രശോഭിക്കുന്നതെല്ലാം എന്തായി മാറി? പ്രകാശമായി മാറി. അപ്പോൾ വളരെ ഇന്നർ മീനിങ് ഉള്ളൊരു വാക്കാണ് ഈ 12ന്റെ ലാസ്റ്റും 13ാമത്തെ വാക്യവും പറയുന്നത്. ഒന്നും കൂടി ഞാൻ വായിക്കാം. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഓക്കെ, പ്രകാശിതമായവയെല്ലാം എക്സ്പോസ്ഡ് ആകും. അപ്പോൾ അവിടെ തിന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി തിന്മയും നന്മയും തമ്മിൽ നമുക്ക് വേർതിരിച്ചറിഞ്ഞ് തിന്മകളെ വേണ്ടാന്ന് വെച്ച് നന്മകളെ മാത്രം സ്വീകരിച്ച് കഴിയുമ്പോൾ പ്രശോഭിക്കുന്നതെല്ലാം പിന്നീട് പ്രകാശമാണ്. ഓക്കെ, വളരെ ഇന്നർ മീനിങ് ഉള്ളൊരു കാര്യമാണ്. 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത് 14ാമത്തെ വാക്യമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ് ശ്ലീഹ പഴയ ഒരു നിയമത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ്. പഴയ നിയമത്തിലെ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 26ാം അധ്യായത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോവാണ്. അതിൻ്റെ ചെറിയൊരു കോണ്ടെക്സ്റ്റാണ് പൗലോസ് ശ്ലീഹ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. ഈ വാക്ക് ശരിക്കും നമുക്ക് പഴയ നിയമത്തിൽ ഒരുപാട് പ്രാവശ്യം കാണാൻ പറ്റും. അത് പഴയ നിയമത്തിൽ നമ്മൾ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉറങ്ങുന്നവരെ ഉണരുക എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നവരെ അല്ലെങ്കിൽ അന്ധകാരത്തിൽ കഴിയുന്നവരെ, അതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. മരിച്ചവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് അറിവില്ലാത്തവർ. ഓക്കെ, അപ്പോൾ ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.
നിന്റെ മേൽ ആര് വരും? ക്രിസ്തു പ്രകാശിക്കും. അപ്പം നീ പതിയെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രശോഭിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവനിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഓക്കെ, ഉറപ്പ് കൊടുക്കുകയാണ് പൗലോസ് ലീഹ 14-ാമത്തെ വാക്യത്തിൽ. ഇത് എന്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്? ഏഷ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിലേക്കാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്ത്യൻ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിവില്ലാത്ത ആളുകൾ, അതാണ് അവിവേകികളായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരെ പോലെ ആകാതെ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുകരിച്ച് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കേണ്ടതെന്ന് അറിവുള്ള വിവേകികളെ പോലെ ജീവിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. അവിവേകികളെ പോലെ ജീവിക്കാതെ വിവേകികളെ പോലെ ജീവിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. 16-ാമത്തെ വാക്യം പറയുന്നത്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഇവിടെ തിന്മയുടെ ദിനങ്ങളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളുടെ സമയം നമുക്ക് 2 രീതിയിൽ ചെലവഴിക്കാം. ഒന്ന്, വളരെ ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ക്രിസ്ത്യൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ. രണ്ടാമത് എങ്ങനെയാണ് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്നത്? ഇതൊന്നും ചെയ്യാതെ അശുദ്ധിയിൽ, മ്ലേച്ഛതയിൽ നമുക്ക് ജീവിച്ചും തീർക്കാം. ഇതിലേതാണ് ഏറ്റവും സുഖം ചെയ്യാനായിട്ട്? തിന്മ ചെയ്യാനാണ് ഏറ്റവും സുഖം. അതിന് വലിയ പാടില്ല. പക്ഷെ നന്മ പ്രവൃത്തി ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് ഒരു എക്സ്ട്രാ എഫോർട്ട് വേണം. അതാണ് പറയുന്നത്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ചെയ്യാൻ ഈസി എന്താണ്? തിന്മയാണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് വിവേചിച്ചറിഞ്ഞ് പ്രോപ്പറായിട്ട് സമയം ചെലവഴിക്കേണ്ടത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ പറയാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഓക്കെ, ഒരു വയസ്സായിട്ടുള്ളൊരു അഡ്വൈസ് തരുവാണ്. ഓക്കെ, പൗലോസ് ലീഹ പറയാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഐഡിയലായിട്ടിരിക്കാണ്ട്, തിന്മയിൽ ജീവിക്കാണ്ട്, അശുദ്ധിയിൽ ജീവിക്കാണ്ട് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സമയം പ്രയോജനപ്പെടുത്തണം. ഓക്കെ, ബോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. എന്താ പറയുന്നത്? ബോഷത്തരം, മണ്ടന്മാരെ പോലെ ഇരിക്കാതെ കർത്താവ് എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്, അഭിഷ്ടം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. 18-ാമത്തെ വാക്യം, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. 2 കാര്യങ്ങൾ പറയുന്നുണ്ട് പൗലോസ് ലീഹ ഇവിടെ. ഒന്ന് ഒരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റ് ആണ്, ഒന്ന് ഒരു പോസിറ്റീവ് കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് പൗലോസ് ലീഹ ആദ്യമേ പറയുന്നത്. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തി ഉണ്ട്. ഓക്കെ, വീഞ്ഞു കുടിച്ച്, വൈൻ കുടിച്ച് നിങ്ങൾ ഉന്മത്തരാവരുത്, അതിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല നല്ലത്. മറിച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? ദുരാസക്തി, നെഗറ്റീവായിട്ടുള്ളൊരു അഡിക്ഷൻ. അതാണ് നിങ്ങളിലേക്ക് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാവുന്നവരിലേക്ക് വരാൻ പോകുന്നത്. മറിച്ച് നിങ്ങൾ എന്തിനാൽ നിറയാനാണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിനാൽ പൂരിതരാകുവിൻ. ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ വാക്യത്തിൽ തന്നെ പൗലോസ് ലീഹ ഒരു നെഗറ്റീവ് കാര്യവും പറയുന്നുണ്ട്, ഒരു പോസിറ്റീവ് കാര്യവും പറയുന്നുണ്ട്. നെഗറ്റീവ് എന്താണ്? നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തി ഉണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങൾ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുവിൻ. ഓക്കെ, ഫില്ല് ചെയ്യുവിൻ. ആത്മാവിനെ കൊണ്ട് നിറച്ചു കഴിയുമ്പോൾ നമ്മളുടെ ചിന്തയും പ്രവൃത്തികളും എല്ലാം, തോട്ട്സും ഒക്കെ എന്താവും? ആത്മാവ് നിയന്ത്രിക്കുന്നതാവും, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതാവും. പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫലമണിയും. കാരണം നമ്മളിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്, ആത്മാവാണ്. ഓക്കെ, അതാണ് പറയുന്നത്, മറിച്ച് ആത്മാവിനാൽ നിങ്ങൾ പൂരിതരാകുവിൻ, ഫില്ല് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ആവുവിൻ. കാരണം നിങ്ങളിലൂടെ പിന്നീട് വരാൻ പോകുന്നതൊക്കെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാരണം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്? പരിശുദ്ധാത്മാവാണ്. 19-ാമത്തെ വാക്യം പറയുന്നത്, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. 3 കാര്യങ്ങളാൽ നിങ്ങൾ പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ടത് 3 കാര്യങ്ങളാലാണ്. ഒന്ന്, സങ്കീർത്തനങ്ങളാൽ. സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത എന്താ? സാംസ്. എന്താ പ്രത്യേകത? ദൈവത്തെ സ്തുതിക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ, അല്ലേ? അത് പണ്ട് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർ, ദാവീദിനെയും മോശേനെയും സോളമനെ പോലൊക്കെയുള്ള നേതാക്കന്മാർ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി എഴുതപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ. അപ്പം നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ രീതിയിൽ വേണം സംസാരിക്കാൻ. അതാണ് സങ്കീർത്തനങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഗാനങ്ങൾ. ഗാനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യരെഴുതുന്നതാണ്. ഓക്കെ, സാധാരണ മനുഷ്യരെഴുതുന്നതാണ് ഗാനങ്ങൾ. ആരിലൂടെ? ഇൻസ്പയർഡ് ബൈ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇൻസ്പിറേഷനിലൂടെ സാധാരണ മനുഷ്യരെഴുതുന്നതാണ്, ദൈവത്തെ സ്തുതിക്കുന്നതിന് എഴുതുന്നതാണ് ഗാനങ്ങൾ. മൂന്നാമത്തേത് എന്താണ്? ആത്മീയ ഗീതങ്ങൾ. ആത്മീയ ഗീതങ്ങൾ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ നമ്മളോട് ജീവിതം നയിക്കുവാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ജീവിതം നയിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ അതുപോലെ ജീവിക്കുന്നത് എപ്പോഴായിരിക്കും? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴാണ്. ഹോളി സ്പിരിറ്റ് എന്ന് വെച്ചാൽ ഈ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഈ ഹോളി സ്പിരിറ്റിൻ്റെ ഇൻസ്പിറേഷനിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേണം നമ്മൾ പരസ്പരം സംസാരിക്കാൻ. നമ്മളുടെ സംഭാഷണം എന്ന് പറയുന്നതിൽ എപ്പോഴും അടിസ്ഥാനം എന്തായിരിക്കണം? സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ പ്രകീർത്തിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഗാനാലാപങ്ങളാൽ, ഗാനം ആലപിച്ചുകൊണ്ട്. ഗാനം ആലപിക്കുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? സൗണ്ടിൽ ആലപിക്കണം, ഒഡിബിൾ, ഉറക്കെ ആയിരിക്കണം നമ്മൾ കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത്. രണ്ടാമത്തത് പൂർണ്ണ ഹൃദയത്തോടെ. നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ, ഹൃദയത്തിൽ നിന്നായിരിക്കണം നമ്മൾ കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഗാനാലാപം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഉറക്കെ പാടുന്നതായിരിക്കണം. അപ്പോൾ ഉറക്കെ ഉച്ചത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം നമ്മൾ കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത്. മറിച്ച് നമ്മൾ പരസ്പരം സംസാരിക്കേണ്ടത് എങ്ങനെയാണ്? സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും ആയിരിക്കണം. ഇതാണ് 19ാമത്തെ വാക്യം പറയുന്നത്. ഇനി പ്രകീർത്തിക്കണം കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് കൃതജ്ഞത അർപ്പിക്കണം, നന്ദി പറയണം ദൈവത്തിന്. എങ്ങനെ? എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അപ്പോൾ ആർക്കാ കൃതജ്ഞത അർപ്പിക്കേണ്ടത്, നന്ദി അർപ്പിക്കേണ്ടത്? പിതാവായ ദൈവത്തിന്. എങ്ങനെയാണ്? എപ്പോഴും എല്ലാറ്റിനും വേണ്ടി, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേരിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വേണം നമ്മൾ പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ അഥവാ കൃതജ്ഞത അർപ്പിക്കാൻ. ഓക്കെ, 21ാമത്തെ വാക്യം പറയുന്നത് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഓക്കെ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരായിരിക്കുവിൻ, പരസ്പരം മനസ്സിലാക്കുന്നവരായിരിക്കുവിൻ, പരസ്പരം അംഗീകരിക്കുന്നവരായിരിക്കുവിൻ. എന്തിനെ പ്രതി? ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. ക്രിസ്തുവിൻ്റെ വാക്കുകൾ തെറ്റിക്കാതിരിക്കാൻ, ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് പൂർണ്ണമായിട്ടുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട്, അതുവഴി ക്രിസ്തുവിൽ ബഹുമാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഓക്കെ, രണ്ടാമത്തെ ഹെഡിങ് ആണ് ഭാര്യ ഭർത്താക്കന്മാർ. നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി കേട്ട് പരിചയമുള്ളൊരു വചനഭാഗം കൂടിയാണ്. കാരണം നമ്മൾ കല്യാണങ്ങൾക്ക്, പ്രത്യേകമായിട്ട് കല്യാണങ്ങൾക്ക് നമ്മൾ ബൈബിൾ വായന, പള്ളിയിലെ വായന മെയിനായിട്ടും ഈ ഒരു ടോപ്പിക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു വചനഭാഗം തന്നെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഹെഡിങ് ഭാര്യ ഭർത്താക്കന്മാർ. 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 22ാമത്തെ വാക്യം പറയുന്നത് ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്താ പറയുന്നത്? ആര് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് പൗലോസ് ലീഹ? ഭാര്യമാരെ. ഭാര്യമാർക്കുള്ള അഡ്വൈസ് ആണ് പറയുന്നത്. നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഒരുപാട് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്ന വചനഭാഗമാണിത്. ഓക്കെ, ഈ വചനഭാഗം ഒരിക്കലും അബ്യൂസീവായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് പറഞ്ഞിരിക്കുന്നതല്ല. ഭാര്യനെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന, മെൻ്റലി അബ്യൂസ് ചെയ്യുന്ന, ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്നേഹപ്രദമല്ലാത്ത ജീവിതം നയിക്കുന്ന, മാരേജ് ലൈഫ് നയിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഉദ്ദേശിച്ചല്ല ഇവിടെ പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത്. വളരെ ലവിങ് ആയിട്ട്, വളരെ സ്നേഹപൂർവ്വം പരസ്പരം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ദമ്പതികളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന വചനഭാഗമാണ്. അപ്പോൾ എപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ കേൾക്കുക, അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടല്ല, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടല്ല, ഇൻലവിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടല്ല, മറിച്ച് പ്യുവറായിട്ട് സ്നേഹിക്കുന്ന ദമ്പതികളെ കുറിച്ചിട്ടാണ് പൗലോസ് ലീഹ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കർത്താവിന് എന്ന പോലെ,
ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം? കർത്താവിനെയും കൂടി അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കർത്താവിന് എന്ന പോലെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാർക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഇത് പറയുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്നേഹപൂർവ്വം വർത്തിക്കുന്ന കപ്പിൾസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ടോക്സിക് ആയിട്ട് ജീവിതം നയിക്കുന്നവരോ അബ്യൂസീവായിട്ട് ജീവിതം നയിക്കുന്നവർക്കോ വേണ്ടിയിട്ടുള്ള മെസ്സേജ് അല്ല. ഓക്കെ, 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്, ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വേഴ്സിൽ പൗലോസ്ലീഹ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭാര്യയും ഭർത്താവും ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. ഓക്കെ, തലയിൽ നിന്ന് ഉടലോ ഉടലിൽ നിന്ന് തലയോ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവർ യുണൈറ്റഡ് ആണ്, യോജിപ്പിച്ചേക്കുകയാണ്. ഇവരെ ഇനി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് ഇത്രയും വലിയൊരു എക്സാമ്പിൾ. ക്രിസ്തുവിനെ സഭയിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല. ക്രിസ്തു സഭയാവുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അതുപോലെ തന്നെയാണ് ഭാര്യയാവുന്ന ശരീരത്തിൻ്റെ ശിരസ് എന്ന് പറയുന്നത് ഭർത്താവാണ്. ക്രിസ്തുവിനെ സഭയിൽ നിന്ന് ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഭാര്യയിൽ നിന്ന് ഭർത്താവിനെയോ ഭർത്താവിൽ നിന്ന് ഭാര്യയെയോ വേർതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് 3 പേര് തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. ആരൊക്കെയാണ്? ഭാര്യ, ഭർത്താവ്, ക്രിസ്തു. 3 പേര് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് മാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ഓക്കെ, ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. ഈ ശരീരത്തിൻ്റെ രക്ഷകൻ ആരാണ്? ക്രിസ്തു. അതുകൊണ്ടിട്ടാണ് മാരേജ് ഇസ് ദ യൂണിയൻ ഓഫ് 3 എന്ന് പറയുന്നത്. അതൊരു 3 പേര് തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. 24-ാമത്തെ വാക്യം പറയുന്നത്, സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. വീണ്ടും കോണ്ടെക്സ്റ്റ് ഓർക്കണം. സ്നേഹപൂർവ്വം വർത്തിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളതാണിത്. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ, സഭ എല്ലാ കാര്യങ്ങൾക്കും ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് ചെയ്യുന്നത് പോലെ തന്നെ ഭാര്യയുടെ മെയിൻ മോഡൽ ആരായിരിക്കണം? ഹസ്ബൻഡ് ആയിരിക്കണം. ഭാര്യയുടെ മെയിനായിട്ട് റെസ്പെക്റ്റ് കൊടുക്കുന്നത് ആർക്കായിരിക്കണം? ഹസ്ബൻഡിനായിരിക്കണം. ഭാര്യ എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ നിർത്തേണ്ടത് ആരെയായിരിക്കണം? ഭർത്താവിനെ ആയിരിക്കണം. വീണ്ടും പറയുന്നു, കോണ്ടെക്സ്റ്റ് ലവിങ് ആയിട്ടുള്ള കപ്പിൾസിൻ്റെ കാര്യങ്ങളാണ്. അബ്യൂസീവായിട്ടുള്ള ഇൻലവിങ് ആയിട്ടുള്ള കപ്പിൾസിനെ കുറിച്ചല്ല പൗലോസ്ലീഹ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 25-ാമത്തെ വാക്യം പറയുന്നത്, ഭർത്താക്കന്മാരെ, ഇനി പറയാൻ പോകുന്നത് ഭർത്താക്കന്മാർക്കുള്ള അഡ്വൈസാണ്. നിങ്ങളെങ്ങനെ ആയിരിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഭർത്താക്കന്മാർ തൻ്റെ ലൈഫിലെ സാക്രിഫൈസ് ഫുള്ളും ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭാര്യയെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ക്രിസ്തു സഭയെ എങ്ങനെയാണോ സ്നേഹിച്ചത്, ക്രിസ്തു സഭയെ വിശുദ്ധീകരിച്ചത് എങ്ങനെയാണ്? തന്നെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ്, അല്ലേ? തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ആയിരിക്കണം ഭർത്താവ്. തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, തന്നെ തന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. അപ്പോൾ ഇവിടെ ഭാര്യനേക്കാളും കൂടുതൽ ജോലി കൊടുത്തിരിക്കുന്നത് ആർക്കാണ് പൗലോസ്ലീഹ? ഭർത്താവിനാണ് കൂടുതൽ. ഭാര്യയ്ക്ക് വിധേയായി ജീവിച്ചാൽ മതി, റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ തന്നെ സബ്മിറ്റ് ചെയ്ത് ജീവിച്ചാൽ മതി. പക്ഷെ ഭർത്താവിന് എങ്ങനെ ജീവിക്കണം? തന്നെ തന്നെ ഇല്ലാതാക്കി വേണം അവൻ ഭാര്യനെ സ്നേഹിക്കാനായിട്ട്. ഓക്കെ, ഭാര്യനെ വിശുദ്ധീകരിക്കാനായിട്ട്, ഭാര്യനെ സ്നേഹിക്കാനായിട്ട് തന്നെ തന്നെ സമർപ്പിച്ച് ജീവിക്കണം. ഭർത്താവിനാണ് കൂടുതൽ ജോബ് ഇവിടെ. ഓക്കെ, 26-ാമത്തെ വാക്യം പറയുന്നത്, ഇനി ക്രിസ്തു എങ്ങനെയാണ് സഭയെ പ്യൂരിഫൈ ചെയ്തത്, ക്ലീൻ ചെയ്തത്, വിശുദ്ധീകരിച്ചത്? അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. എങ്ങനെയാണ് സഭയെ ക്രിസ്തു വിശുദ്ധീകരിച്ചത്? ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ജലം കൊണ്ട് കഴുകി വചനത്താൽ അതിനെ വിശുദ്ധീകരിച്ചു, വെണ്മയുള്ളതാക്കി. ഇങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കണം ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. ഇനി എന്തിനാണ് ക്രിസ്തു ജലം കൊണ്ട് സഭയെ കഴുകി വചനം കൊണ്ട് സഭയെ വെണ്മയുള്ളതാക്കി വിശുദ്ധീകരിച്ചത്? അതിനുള്ള ഉത്തരമാണ് 27-ാമത്തെ വാക്യത്തിൽ. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ, ആരെ? സഭയെ. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധവുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു സഭയെ
ഈ പ്രോസസ്സ് വഴി പ്യൂരിഫൈ ചെയ്തത്, വിശുദ്ധീകരിച്ചത്. ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൻ കളങ്കരഹിതയും പരിശുദ്ധവുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ഇതാണ് 27ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 28ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഓക്കെ, അപ്പോൾ ക്രിസ്തു എങ്ങനെയാണ് സഭയെ വിശുദ്ധീകരിച്ചത്, ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത് എന്ന് 26, 27 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സഭയെ വിശുദ്ധീകരിച്ചതെന്ന് വളരെ ക്ലിയർ ആയിട്ട് 27ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയാൻ ഇതുപോലെ തന്നെ ആയിരിക്കണം ഭർത്താക്കന്മാർ ഭാര്യമാരോടും ചെയ്യേണ്ടത്. എന്നിട്ട് ക്ലിയർ ചെയ്ത് പറയുന്നു, സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ശരീരത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ വേദനിക്കും അല്ലേ? അപ്പോൾ ഒരു മുറിവും പറ്റാതെ ഒരു കുറവും വരാതെ അവളെ സ്നേഹിക്കണം. ആര്? ഭർത്താക്കന്മാർ ഭാര്യമാരെ. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. എന്തുകൊണ്ടിട്ടാ? ഭാര്യ എന്ന് പറയുന്നത് അവൻ്റെ ശരീരമാണ്. അവളെ സ്നേഹിക്കുന്നവൻ അവൻ്റെ ശരീരത്തെയാണ് സ്നേഹിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. തൻ്റെ ശരീരത്തിൽ ഒരു മുറിവോ എന്തെങ്കിലും ഒരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളോ ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ ആയിരിക്കണം തൻ്റെ ഭാര്യയ്ക്കും ഒരു കുറവോ ഒരു മുറിവോ ഒന്നും സംഭവിക്കാതെ സംരക്ഷിച്ച് സ്നേഹിക്കുക എന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അങ്ങനെ വേണം അവൻ അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ. 29ാമത്തെ വാക്യം പറയുന്നത്, ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല അല്ലേ? അതുകൊണ്ടിട്ടാണ് ശരീരം പോലെ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അപ്പം എന്താണ്? ക്രിസ്തു സഭയെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ അത്ര തന്നെ കെയറും അത്ര തന്നെ കാര്യങ്ങളുമാണ് ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഇവിടെ സാക്രിഫൈസ് കൂടുതൽ ആർക്കാണ്? ഭർത്താക്കന്മാർക്കാണ്. ഭർത്താക്കന്മാരാണ് കൂടുതൽ സാക്രിഫൈസ് ചെയ്ത് തൻ്റെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. എങ്ങനെ? ക്രിസ്തു സഭയ്ക്ക് വേണ്ടി ചെയ്ത സാക്രിഫൈസ് പോലെ. ഓക്കെ, അതാണ് ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും വേണം. അത്രയും കെയർ വേണം. അത്രയും അവളെ വളർത്തിക്കൊണ്ട് വരേണ്ടതും ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. അവളെ പരിപാലിക്കേണ്ടത്, കെയർ കൊടുക്കേണ്ടതും ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. എന്തുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഭാര്യമാർ തന്നെ സമർപ്പിക്കുകയും ഭർത്താക്കന്മാർ ഭാര്യമാരെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്? കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അല്ലേ? ഇവിടെ ക്രിസ്തുവിലുള്ള നമ്മളുടെ ഐക്യത്തിനെ കുറിച്ചിട്ടാണ് പൗലോസ്ലീഹ ഡിഫൈൻ ചെയ്യുന്നത്. 31ാമത്തെ വാക്യത്തിൽ, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇപ്പം എന്താ പറയുന്നത്? ഇവർ യുണൈറ്റഡ് ആണ്. ഓക്കെ, ഒന്നിച്ച് കൂട്ടപ്പെട്ടവരാണ്, ഒരേ ബോഡിയാണ്, ഒരേ ഫ്ലഷാണ്. അതുകൊണ്ട് അവർ മാതാപിതാക്കളെയും പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അത്ര നാൾ രണ്ടായിരുന്നവർ പിന്നീട് വിവാഹം എന്ന് പറയുന്ന ആ പവിത്രമായ കൂദാശയ്ക്ക് ശേഷം ഒന്നായിത്തീരുന്ന ആ വലിയൊരു സീക്രട്ട്, വലിയൊരു മിറാക്കിളാണ് പൗലോസ്ലീഹ വീണ്ടും 31ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ വേറൊരു റിലേഷൻഷിപ്പിനെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ക്രിസ്തു അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു പ്യുവർ റിലേഷൻഷിപ്പാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതൊരു വലിയൊരു സീക്രട്ടാണ്. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഇത് ഒരു വലിയ രഹസ്യമാണ്, ഒരാൾക്കും അത് മനസ്സിലാക്കാനായിട്ട് ഇന്നുവരെ സാധിച്ചിട്ടില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പിൽ ആ ഒരു സീക്രട്ട്, ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് വേറൊരു ലൈഫിൽ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിനും ഇല്ലാത്ത ഒന്നാണ്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്ന മറ്റൊരു റിലേഷൻഷിപ്പേ ഇല്ല. ഭൂമിയിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഡിവൈനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ബന്ധങ്ങളും ഇല്ല. ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ, അതേപോലെ തന്നെ കമ്പയർ ചെയ്യപ്പെടുന്ന ഒരു ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. അത് പൗലോസ്ലീഹ പറയുന്നത് അത് വലിയൊരു രഹസ്യമാണ് എന്നാണ്, ഒരു വലിയൊരു സീക്രട്ടാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ക്രിസ്തുവിനും മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട്. ഓക്കെ, സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് പൗലോസ്ലീഹയ്ക്ക് പറയാം. പക്ഷെ പൗലോസ്ലീഹ അവിടെ പറഞ്ഞത് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഏതാണ്? സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ്. സഭയോട് ആരെ ബന്ധപ്പെടുത്തി? ക്രിസ്തുവിനോട് ആരെ ബന്ധപ്പെടുത്തി? സഭയോട് ഭാര്യയെയും ക്രിസ്തുവിനോട്
ഭർത്താവിനെയും. അല്ലെങ്കിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ശരീരവും ശിരസ്സും പോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും ശരീരവും ശിരസ്സുമാണെന്നും കമ്പയർ ചെയ്തു. രണ്ട് രീതിയിൽ പൗലോസ്ലീഹ ഈ ഒരു കോണ്ടെക്സ്റ്റ് സഭയോടും ക്രിസ്തുവിനോടും കമ്പയർ ചെയ്തു. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേറൊരു റിലേഷൻഷിപ്പ് ഇല്ല. എന്നിട്ട് ലാസ്റ്റത്തെ വാക്യമായിട്ടുള്ള 33-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഒരു ഓവറോൾ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം, അല്ലേ? തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. എന്നാൽ ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഓക്കെ, വീണ്ടും പറയുന്നു, ഇൻലോയൽ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനല്ല ഉദ്ദേശിക്കുന്നത്, ലവ്വിങ് ആയിട്ടുള്ള കപ്പിൾസിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വചനഭാഗമാണ് നമ്മൾ എക്സ്പ്ലനേഷനിൽ കേട്ടത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻസായിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.